ഗോപികാ ജീവനസ്മരണ ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. ഈ ഓണത്തിൻ്റെ തിരക്ക് കാരണം തന്നെയായിരുന്നു. നിങ്ങളെങ്ങനെയാണ് ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചോ? എല്ലാവരുടെ വീട്ടിലും ഓണപ്പൊട്ടനും അതുപോലെ മാവേലിയും പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നോ? വന്നിരുന്നോ? പൂക്കളൊക്കെ ഇട്ടോ? എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഞാനും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാനിങ്ങനെ ഭഗവാന്റെ മന്ത്രങ്ങളും അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളൊന്നും കൊണ്ട് വരാണ്ടിരുന്നത്, അതിൻ്റെ തിരക്ക് മൂലം. അപ്പോൾ ഞാൻ ഇന്ന് ഭഗവാന്റെ മറ്റൊരു മന്ത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾക്ക് ഏത് മന്ത്രമാണെന്ന് പിടികിട്ടുമെന്ന് നോക്കി നോക്ക്. ഭാഗവത സപ്താഹ വേദികളിലൊക്കെ ആചാര്യന്മാർ എടുത്തു പറയുന്നൊരു മന്ത്രമാണിത്. ഗോപികമാരെ സ്മരിക്കുമ്പോൾ ഈ മന്ത്രം, ഗോപികമാരുടെ ഈ മന്ത്രം ആചാര്യന്മാരെ സപ്താഹ വേദികളിലൊക്കെ വളരെ ഉച്ചത്തിൽ ആ മന്ത്രം നമുക്ക് ജപിച്ചു തരും, നമ്മളോട് കൂടെ ഏറ്റു ചൊല്ലാൻ പറയും. ഏതാ മന്ത്രം എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു ക്ലൂവും കൂടെ തരാം. ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോപികമാർ ചൊല്ലിയൊരു മന്ത്രമാണിത്. ഇപ്പം അധിക പേർക്കും പിടികിട്ടി കാണും. സപ്താഹ വേദികളിലൊക്കെ പ്രത്യേകിച്ച് ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്തായാലും പിടികിട്ടി കാണും ഇത് ഏതാ മന്ത്രം എന്ന്. അപ്പോൾ ഞാൻ അധികം വൈകിക്കാണ്ട് ഏതാ മന്ത്രം എന്ന് പറയാം. കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമ. ഇതാണ് ആ മന്ത്രം. പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മന്ത്രമാണല്ലേ ഇത്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മളോട് ഭാഗവത സപ്താഹ വേദികളിൽ നിന്ന് ആചാര്യന്മാർ പറയുന്നൊരു കാര്യമാണ്. കണ്ണനെ പോലെയുള്ള, കൃഷ്ണനെ പോലെയുള്ള ഒരു ഭർത്താവിന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് അവർക്ക് കണ്ണനെ പോലെയുള്ള ഭർത്താവിന് ലഭിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ കണ്ണനെ തൻ്റെ ഭർത്താവായിട്ട് തങ്ങളുടെ ഭർത്താവായിട്ട് വേണമെന്ന് അതിയായി ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു ആര്? ഗോപികമാർ. അങ്ങനെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച് കാർത്യായനി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ അവർ കാർത്യായനി ദേവിയിലെ സമർപ്പിതമായിട്ട് ചൊല്ലിയ മന്ത്രമാണ് കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമ. ഈ മന്ത്രം കൊണ്ട് അവർ എന്താ ചെയ്തത്? ഭഗവാനെ ഭർത്താവായിട്ട് വേണമെന്ന് ആഗ്രഹിച്ച് ഇത് ഭഗവതിയിൽ സമർപ്പിതമായിട്ട് ചെയ്തു. എന്നാൽ കണ്ണനാണെങ്കിൽ എല്ലാവരുടെയും കാമുകനായിരുന്നു. എല്ലാവരുടെയും അടുത്ത് തന്നെ കണ്ണൻ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും പറയുക ഗോപികമാരുടെ ഭക്തി വേണം. ഗോപികമാരുടെ ഭക്തി ഉണ്ടായാൽ കണ്ണൻ അതിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല അല്ലേ. ഗോപികമാരാണ് കണ്ണൻ. ഉദ്ധവര് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കൽ, എന്താണ് ഭക്തി, എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നതൊക്കെ ചോദിച്ചപ്പോൾ ഗോപികമാരുടെ അടുത്ത് ചെന്ന് നോക്കൂ എന്നാണ് പറഞ്ഞത് കണ്ണൻ. ദ്വാരകാപതിയായ ശ്രീകൃഷ്ണൻ അത്രയ്ക്ക് പ്രേമഭക്തിയായിരുന്നു, പ്രേമഭാവത്തിലുണ്ടായിരുന്ന ഭക്തിയായിരുന്നു ഗോപികമാർക്ക് എല്ലാവർക്കും. അങ്ങനെ കണ്ണൻ ഓരോരുത്തരുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. രാസനൃത്തം നടത്തുമ്പോൾ കണ്ടില്ലേ, രാസനൃത്തം നടത്തുമ്പോൾ നമ്മൾ ഓരോ ചിത്രങ്ങളിലൊക്കെ കാണാം. രാസനൃത്തം നടത്തുമ്പോൾ ഓരോരോ ഗോപികമാരുടെ അടുത്തും കണ്ണൻ ഉണ്ടാവാറുണ്ട്. ഓരോരോ ഗോപികമാരുടെ അടുത്തും കണ്ണൻ നൃത്തം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാടായിട്ടാണ് കണ്ണൻ പലരുടെയും കൂടെ നൃത്തം ചെയ്തത്. അതാണ്, കണ്ണനെ സ്നേഹിക്കുന്നവരുടെ കൂടെ എല്ലായ്പ്പോഴും കണ്ണൻ ഉണ്ടാവും. അതിൽ ഒരു സംശയമില്ല. അതിനുള്ള ഉദാഹരണമാണ് ഗോപികമാർ. അതുപോലെ തന്നെ ദ്വാരകയിലെ നാരദൻ ദ്വാരകാവാസികളെയും ഭാര്യമാരെ കണ്ണൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്. ഒരാളല്ലേ കണ്ണൻ. അങ്ങനെ ഇരിക്കെ 16,008 ഭാര്യമാരെയും എങ്ങനെയാണ് കണ്ണൻ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് സംപ്രീതയാക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ പോയപ്പോൾ സംഭവിച്ചത്? നാരദൻ ഓരോരോ ഭാര്യമാരുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴും ഓരോരോ ഭാര്യമാരുടെ അടുത്തും കണ്ണൻ ഉണ്ടായിരുന്നു. ഒരു റൂമിൽ ചെല്ലുമ്പോൾ സത്യഭാമയുടെ റൂമിൽ ചെല്ലുമ്പോൾ സത്യഭാമയുടെ അടുത്ത് കണ്ണനുണ്ട്. രുക്മിണി ദേവിയുടെ അടുത്ത് പോയേക്കുമ്പോൾ രുക്മിണി ദേവിയുടെ അടുത്തുണ്ട്, ജാമ്പവതിയുടെ അടുത്തുമുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും കണ്ണനുണ്ട്.
അതും ഒരു കുഴപ്പമില്ലാണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് കണ്ണൻ അവരെല്ലാവരെയും ഒരുപോലെ തന്നെ സ്നേഹിച്ച് ഒരുപോലെ തന്നെ ശുശ്രൂഷിച്ചാണ് പോയിരുന്നത്. അപ്പം നാരദൻ തന്നെ വളരെ അധികം അതിശയപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഭഗവാനെ സാധിക്കുന്നത്? ഇത്രയും ഭാര്യമാർ ഇങ്ങനെ സംപ്രീതരാക്കി കൊണ്ടുപോകാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇക്കാലത്ത് അങ്ങനെ സാധിക്കുമോ? ഇപ്പോഴുള്ള ജനങ്ങൾക്ക് അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴുള്ള പലരും പറയും ഞാനാ ഭഗവാൻ, എനിക്ക് ഭഗവാൻ ചെയ്തതൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഭഗവാൻ 16,008 ഭാര്യമാരെയല്ലേ വിവാഹം കഴിച്ചത്. 16,008 കഴിയണ്ട, ഒന്ന് കഴിച്ച് പിന്നെ ഒന്ന് കഴിച്ചാൽ മതി. അപ്പം മനസ്സിലാവും അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഭഗവാനെ പോലെ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. നമ്മളെല്ലാവരും പറയില്ലേ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആ ഭഗവാന്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ ജപിച്ച് മുന്നോട്ട് പോകാം. അല്ലാണ്ട് എനിക്ക് ഭഗവാനാവണം എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല. നമ്മൾ ഭഗവാനെ ഭജിക്കും തോറും നമ്മൾ ഭഗവാനിലേക്ക് ലയിച്ചു മാറുക ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഭഗവാനാവാം. എങ്ങനെ? ഭഗവാനെ നമ്മളിങ്ങനെ സദാസമയവും സ്മരിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനിലെ സമർപ്പിതമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ താനെ എന്താ ചെയ്യുന്നത്? ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു പോവുക ചെയ്യുന്നത്. അപ്പം ഭഗവാനിലേക്ക് ലയിച്ചു പോയാൽ എന്താണ്? നമ്മൾ ഭഗവാനായി. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾ പൊടി ഇടുന്നു. ആ വെള്ളം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി അതിൽ അലിഞ്ഞു ചേരുമ്പോൾ എന്തായി? ആ വെള്ളവും മഞ്ഞപ്പൊടിയും ഒന്നായില്ലേ? അതുപോലെയാണ് നമ്മൾ ഭഗവാനെ ഭജിച്ച് നമ്മൾ ഭഗവാനിലേക്ക് എത്തും, ഭഗവാനിലേക്ക് ലയിച്ച് ചേരും. ആ സമയം നമ്മളും ഭഗവാനായിട്ട് മാറും. അല്ലാണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് ഞാൻ ഭഗവാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ പോലെ പെരുമാറാൻ കഴിയും, എങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ആ ഒരു തലത്തിലെത്തണം നമ്മൾ. അപ്പം നമുക്ക് പറയാൻ പോലും തോന്നില്ല അങ്ങനെയുള്ള അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാമക്രോധ മോഹം എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഭക്തൻ എന്ന് പറയുന്നത്. ആ ഭക്തന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കും. അപ്പം ഞാനധികം പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗോപികമാർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള അത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുന്ന ഗോപികമാർക്ക് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കാർത്യായനി വ്രതം അനുഷ്ഠിക്കുകയും ഈ മന്ത്രം ചൊല്ലുകയായിരുന്നു അവർ ചെയ്തത്. കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി, എല്ലാ യോഗികൾക്കും അതീതയായ മഹാമായയായ ഗൗരി കാർത്യായനി എന്നാണ് പറയുന്നത്. അപ്പോൾ കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി. നന്ദഗോപസുതം എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ സുതനായ കണ്ണൻ. നന്ദഗോപസുതം ദേവി, പശുക്കളെ മേയ്ക്കുന്ന നന്ദഗോപര് അല്ലേ? പശുപാലകനായ നന്ദഗോപരുടെ പുത്രനായ സുതനായ കണ്ണൻ. നന്ദഗോപസുതം ദേവി പതിമ്മീ കുരുതേ നമ. ദേവി മഹാമായേ, ആ കണ്ണനെ ഞങ്ങളുടെ ഭർത്താവായിട്ട് അവിടുന്ന് നൽകണേ. അതിന് ഞങ്ങൾ അല്ലെങ്കിൽ ഭഗവതി ഞങ്ങളിതാ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. പതിമ്മീ കുരുതേ നമ. ഞങ്ങൾക്ക് ഭഗവാനെ ഭർത്താവായിട്ട് നൽകൂ. നന്ദഗോപരുടെ പുത്രനായ കണ്ണനെ, മഹാമായയായ എല്ലാ യോഗികൾക്കും അതീതയായ എല്ലാ യോഗങ്ങളും അറിയുന്നവളായ മഹാമായയായ ഗൗരി, അവിടുന്ന് ഞങ്ങൾക്ക് ഭഗവാനെ ഭർത്താവായിട്ട് നൽകൂ എന്നാണ് ഈ മന്ത്രത്തിലൂടെ ഗോപികമാരെ മഹാഗൗരിയെ സമർപ്പിതമായി പ്രാർത്ഥിച്ച് സമർപ്പിച്ചത്. അങ്ങനെ ദേവി അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? അനുഗ്രഹിച്ചില്ലേ? എന്നൊന്നും ഭഗവാന്റെ ഉള്ളിൽ വസിക്കുന്ന ഭാര്യമാരിലും അപ്പുറമാണല്ലേ ഗോപികമാരെന്ന് പറഞ്ഞാൽ കണ്ണന്. ഭാര്യയല്ല, തൻ്റെ ഭാര്യയല്ല, ഭാര്യയ്ക്കും ഉപരിയാണ് ഗോപികമാരെന്ന് പറയുന്നത് അല്ലേ? ആ സ്ഥാനമാണ് കണ്ണൻ്റെ മനസ്സിൽ ഗോപികമാർക്ക് കണ്ണൻ നൽകിയത്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ കണ്ണനെ ഭർത്താവായിട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ജപിക്കുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ ജപിക്കാത്തവരുണ്ടെങ്കിൽ ജപിച്ചു തുടങ്ങുക. പിന്നെ ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് നല്ലൊരു വരനെ
ഭർത്താവായിട്ട് കണ്ണനെ പോലെയുള്ളതെന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ലൊരു വരനെന്ന്. പിന്നെ എന്താ പ്രണയസാഫല്യത്തിന് നല്ലതാണ്. അതുപോലെ കല്യാണം നടക്കാത്ത സ്ത്രീകൾക്ക് കല്യാണം നടക്കാൻ നല്ലതാണ് ഈ മന്ത്രം ജപിക്കുന്നത് എല്ലായ്പ്പോഴും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ഈ മന്ത്രം ജപിക്കുക കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഗോപികാ ജീവനസ്മരണ, ഗോവിന്ദ ഗോവിന്ദ.